ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഈ കളിക്കൽ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ട്രാവൽ വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ ആനവണ്ടിയിലാണ് നമ്മൾ യാത്ര. വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കാണ് ഈ പ്രാവശ്യം പോകുന്നത്. നിലമ്പൂർ. നമ്മൾ 3:30-നാണ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുക്കുന്നത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർ അമല കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. രാവിലെ ഒരു കാലിച്ചായ അടിക്കണമല്ലേ ഇവിടെ ഇവിടെ ചായക്കട ഒരു ചായയൊക്കെ അടിക്കാൻ കരുതി. ആ മധുരം മീഡിയം, അധികം കൂടുതൽ വേണ്ട. ഞാനൊടുക്കാം ഇരിക്കട്ടെ, നമ്മുടെ സിനിമയിൽ പുള്ളിയെ അഭിനയിപ്പിക്കാം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ബൈ രഞ്ജിത്ത് ഗിരിജൻ. ഓക്കെ, താങ്ക് യു. യാത്രക്കാർ ഓരോരുത്തരും സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തിയതിന് ശേഷം പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഈ ട്രിപ്പ് അടിച്ച് പൊളിക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ സുധാകരൻ ദേശാഭിമാനി റോഡിൽ AC സെന്റ് തോമസ് എന്നുള്ള ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇതിപ്പോ PTCയുടെ 11ാമത്തെ ട്രിപ്പാണ്. ഇൻഷുറൻസിലായിരുന്നു. ഇപ്പൊ ഒരു കൂട്ടുകാരൻ സ്റ്റാർ ഹെൽത്ത് പറഞ്ഞു മിസ്റ്റർ അനിൽകുമാർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സന്തോഷമുണ്ട്. അനിൽകുമാറിനെ മെസ്സേജിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ സാരഥിയാണ് കേട്ടോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, ഹംസ സാറ്. എൻ്റെ പേരാണ്, ഞാൻ ആദ്യമാണ്. എൻ്റെ പേര് സുഗത. എന്റെ വീട് എടപ്പള്ളിയാണ്. KSRTCയുടെ അവിടെ 4ാമത്തെ ട്രിപ്പാണ്. ഞാൻ യാത്ര ഒത്തിരി പോകുന്ന കൂട്ടത്തിലാണ്. ഇന്ത്യ കണ്ടു കറങ്ങാനുള്ള കൂട്ടത്തിൽ വന്നപ്പോഴാണ് KSRTCയിൽ വന്നത്. ഇപ്പം ഞങ്ങൾ പെരിന്തൽമണ്ണ എത്തി കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെക്കണത്. ഇപ്പോൾ സമയം 8:20. അള്ളിയാമ്പൽ കടവീരം നടക്കൂ വെള്ളം വളുന്നാൾ തുഴങ്ങില്ലേ കൊതുമ്പൂവെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം. അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന് പൂവ് പൊട്ടിച്ചു. പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ
തിങ്കളേ പിണങ്ങരുതേ അരുതേ അരുതേ പുലരായി തോഴി എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽക്കൂ ഒന്നിങ്ങു നോക്കുമോ വാ തിങ്കളേ. ഇവിടെ കാണുന്ന ഗേറ്റ് കണ്ടോ, ഇതാണ് പൂന്താനമില്ലം. ഇന്നത്തെ ട്രിപ്പിൽ ഞങ്ങൾ ആദ്യം സന്ദർശിക്കുന്ന ഒരു സ്പോട്ടാണ് ഇത്, തേക്ക് മ്യൂസിയം. ഇത് എല്ലാ ആളുകളും അത്യാവശ്യം ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ തേക്കിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളിവിടെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, നമുക്കതൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ഈ നിലമ്പൂർ ട്രിപ്പിൻ്റെ യാത്രാ ചാർജ് 890 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. ഒപ്പം ഇതേപോലെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുവാനായിട്ടും ഫീസുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് കോർഡിനേറ്ററിന് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോർഡിനേറ്ററാണ് ടിക്കറ്റൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഓരോരുത്തർ ടിക്കറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം പോകും, ഈ സന്ദർശനത്തിനുള്ള അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ കോർഡിനേറ്റർ ഒരുമിച്ച് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അകത്ത് കയറി സന്ദർശിക്കുവാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ടാകും. കാര്യം എൻ്റെ കയ്യിലെ ക്യാമറ ഇവിടെ സെക്യൂരിറ്റി വാങ്ങിച്ചു വെച്ചു. ഇവിടെ ക്യാമറ അലൗഡ് അല്ലെന്നാണ് പറയുന്നത്. മൊബൈൽ ഫോൺ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യാൻ ഒരു പ്രശ്നമില്ല, പക്ഷെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ല. അതെന്താണ് അതിൻ്റെ കുഴപ്പമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. ടിക്കറ്റ് ചാർജൊക്കെ ദേ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 15 രൂപയുമാണ് ചാർജ് വരുന്നത്. ഒരു തേക്ക് മരത്തിൻ്റെ വേരുകളുടെ ഘടനയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വിവിധ തരം ചിത്രശലഭങ്ങൾ, നിശാശലഭങ്ങൾ, മറ്റ് ഷഡ്പദങ്ങൾ, അങ്ങനെയുള്ള ജീവികളെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാം. മ്യൂസിയത്തിന് പുറത്ത് വിശാലമായ പൂന്തോട്ടവും ശലഭ ഉദ്യാനവും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് എത്തി കേട്ടോ. നിലമ്പൂരാണ്. ഇപ്പം നിലമ്പൂർ ബിരിയാണിക്ക് വളരെ പ്രശസ്തമാണെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ കൊണോളി സ്പോട്ട് എന്ന് പറഞ്ഞ ഈ സ്ഥലം കാണാനായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ തേക്ക് പ്ലാന്റേഷനാണ്. 1846 ഇവിടെ ഈ തേക്ക് നട്ട് പിടിപ്പിച്ചിട്ടുള്ളത്. ലോകത്തിലെ ആദ്യത്തെ മാൻമെയ്ഡ് തേക്ക് പ്ലാന്റേഷനാണ് ഇവിടെ. ഇവിടെ ഒരു പുഴയുണ്ട്. ആ പുഴ കടന്ന് വേണം നമുക്ക് തേക്ക് പ്ലാന്റേഷനിലേക്ക് പോകാനായിട്ട്. ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു മുമ്പ്. അത് 2018 ആ പ്രളയത്തിൽ അത് തകർന്നു പോയി. ഇപ്പോൾ രണ്ടാമതൊരു തൂക്കുപാലം പണിയാനുള്ളതിൻ്റെ ബേസൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ തൽക്കാലം ചങ്ങാട സർവീസ് ഉണ്ട്. അത് മോട്ടോർ വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ചങ്ങാടമല്ല, റോപ്പ് ഇട്ടിട്ട് അങ്ങാടി ഇങ്ങോട്ട് വലിച്ചിട്ട് പോകുന്ന തരത്തിലുള്ള ഒരു ചങ്ങാടമാണ്. ഇവിടെ നിറയെ കുരങ്ങുകളുണ്ട് കേട്ടോ. മാവുണ്ട്, ഒരു വലിയൊരു മാവുണ്ട്. മാവിൽ നിറച്ച് മാങ്ങയുണ്ട്. അതൊക്കെ പറിച്ചിടുന്നുണ്ട്. ഞങ്ങളുടെ തലയിലൊക്കെ വന്ന് വീഴുന്നതിന് അടുത്തൊക്കെ വന്ന് വീഴുന്നുണ്ട് കേട്ടാ. കടി കടിച്ചിങ്ങനെ മാങ്ങ പറിച്ചിടുക താഴേക്ക്. ഇവിടെ നടക്കുന്നത് വളരെ റിസ്ക്. അതല്ല, മാങ്ങ തലയിട്ട് വീഴണ, അതാണ് പടപടാന്ന് പറഞ്ഞ വീണ മാങ്ങ. എല്ലാ കുരങ്ങന്മാരും കടിച്ചു പറിച്ച് വലിയ. ഈ കിടക്കുന്നത് പഴയ തൂക്കുപാലത്തിന്റെ അവശിഷ്ടങ്ങളാണ്. കണ്ടോ?
ഇന്നത്തെ ട്രിപ്പിന്റെ കോർഡിനേറ്ററാണ് കേട്ടോ ഈ മുന്നിൽ നടക്കുന്നത്, മനോജ് സാർ. ജങ്കാറിന്റെ പൈസ എടുത്തിട്ടുള്ള ആടാ. ജങ്കാറിന്റെ ടിക്കറ്റ് എടുക്കണ്ടേ? എറണാകുളം ജങ്കാറിനോ ടിക്കറ്റ് എടുക്കാൻ നിങ്ങൾ പോലെ രാജ്കോട്ട് കയറി പോലെ എറണാകുളം കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ മതി. ജങ്കാറിൽ പോകാൻ നല്ല തിരക്കുണ്ടെന്നാ തോന്നുന്നത് കേട്ടോ. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ പ്രായം കുറഞ്ഞൊരു ആട് കേട്ടാ. എന്തിന് പറഞ്ഞില്ലേ? അടുത്ത ടൂർ റെഡി ആയിക്കോട്ടെ, വേഗം കൊണ്ടുപോവാ. ഞാൻ മെയ് മാസത്തിൽ വരാം. ദൈവം വരുന്നതാണ് ഇവിടുത്തെ ചങ്ങാടം. കണ്ടോ, റോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചിട്ടാണ് വരുന്നത്. ഹലോ, ഹലോ. കുരങ്ങൻ കുളിക്കണെങ്കിലും കാണാം. ഈ മുന്നിൽ കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് എന്ന് പറയപ്പെടുന്ന നിലമ്പൂർ തേക്ക്. അതിനെ തറയൊക്കെ കെട്ടി സംരക്ഷിച്ച് നിർത്തിയേക്കാൻ. അതിന് നമ്പർ 23 നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് വേൾഡിലെ ഫസ്റ്റ് മാൻമെയ്ഡ് തേക്ക് പ്ലാന്റേഷനാണ്. ഉണ്ടോ നിൽക്കുന്ന തേക്കിനൊക്കെ നോക്കി. ഇതിൻ്റെ ഇടയ്ക്ക് തേക്കല്ലാത്ത മരങ്ങളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ തേക്കല്ല, പക്ഷെ തേക്കിന് നമുക്ക് കാണാമല്ലോ, നല്ല സ്ട്രെയിറ്റ് ഇങ്ങനെ പോയിരിക്കുന്നത്. കണ്ടോ നോക്കി, എന്താ വണ്ണവും നോക്കി, വണ്ണവും പൊക്കവും കണ്ടോ. ഇതിൻ്റെയൊക്കെ കണ്ടോ, ഇതെല്ലാം തേക്കുക. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇത് നട്ടുപിടിപ്പിച്ചിട്ടുള്ള, ഇപ്പോൾ നല്ല 1800 വർഷങ്ങൾക്കും ആ സമയത്ത് 920 അങ്ങനത്തെ. Number 23 biggest. 49.
അതെ ആ ബോർഡ് കിട്ടണ ഇത് പിടി. ആ ബോർഡ് കിട്ടണോ? ബോർഡ് കിട്ടണം. കൈ കൊടുക്കുമ്പോൾ നിൽക്കട്ടെ. കൈ കൊണ്ട് നിൽക്കട്ടെ. ബോർഡ് കിട്ടും. ഒരു മിനിറ്റ്. ഇത് ചാലിയാർ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയാണ്ട. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ എൻട്രി രേഖപ്പെടുത്തിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അതിൻ്റെ ഫീസുണ്ട്. പിന്നെ ഞാൻ കണ്ടു ആനയെ കണ്ടുള്ളൂ. ഇതിലൊക്കെ ചുറ്റിക്കറങ്ങി അതിലൊക്കെ പോരാ കേട്ടോ. ഉള്ളിലിരുട്ടാണല്ലോ. ഈ കാണുന്ന സ്റ്റെപ്പിലൂടെ കയറി നമുക്ക് കാടിനകത്തേക്ക് കുറേ നടക്കാം കേട്ടോ. പക്ഷേ നമുക്ക് കാലാവസ്ഥ ഒട്ടും അനുയോജ്യമല്ല. ഭയങ്കര ചൂടാണ്. ഒരു മൺസൂൺ കാലമായിരുന്നെങ്കിൽ കൂടുതൽ ഹൃദ്യമായേനെ, കൂടുതൽ പച്ചപ്പും ഉണ്ടായേനെ, ആ കുളിർമയും നമുക്ക് ഉണ്ടായേനെ. ഇതിപ്പോൾ ഭയങ്കര ചൂടാണ്. അങ്ങനെ ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ മെയിൻ സ്പോട്ടിലേക്ക് എത്തിയിട്ടാ മിനി ഊട്ടി. ഇത് ആ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. ഇതിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ അടിപൊളിയാണ്. പക്ഷേ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണ്ട, ഒരു രക്ഷയില്ല. പിന്നെ ആശപ്പെടുത്ത വഴിയിലാണ് ഇത് തലയിരിക്കുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ. ഒരു മലയുടെ നെറുകയാണ് ശരിക്കും ഈ സ്ഥലം. നല്ല ലോങ് ഡിസ്റ്റൻസിൽ നല്ല വ്യൂസ് കിട്ടും. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് വലത് കാൽ വെച്ച് കയറാട്ടോ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിലൂടെയുള്ളത്. വൈഫ് ധൈര്യം സംഭരിച്ച് ആ ബീമിൻ്റെ മേലിൽ കൂടിയായിട്ട് നടന്നത്. എങ്ങാനും ഗ്ലാസ് പൊട്ടിയാലും ആ ബീമിൻ്റെ മേലിൽ പിടിച്ചിരിക്കാതെ കരുതിയിട്ട് ആണ് നടക്കുന്നത്.
വാഗമണിലും ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, പക്ഷെ അതിന് അധികം വീതിയില്ല. ഞാൻ പോയിട്ടില്ല, വൈഫ് പോയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് കയറി നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഭയം തോന്നുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീതിയാട്ടോ. ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ നിരന്ന് നിൽക്കാം, ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ നമുക്കധികം പേടിയും തോന്നുന്നില്ല. ഇത് കണ്ട ഇവിടെ ഹൊറർ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ അണ്ടർ വാട്ടർ അക്വാറിയം, അണ്ടർ വാട്ടർ ടണൽ അക്വാറിയം, പിന്നെ പെറ്റ് ഷോ ഉണ്ട്. അങ്ങനെ പല പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ട് ബസ്സിൽ വന്ന കാരണം അവർക്കൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് നിരക്കിൽ. റേഞ്ച് ഇല്ല. റൗണ്ടൊക്കെ എടുത്ത് എറണാകുളം BTCയുടെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ വന്നത് കാരണം ഗ്ലാസ് ബ്രിഡ്ജിൽ ഞങ്ങൾക്ക് രണ്ടാമതൊരു വിസിറ്റ് കൂടിയുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളെ കൂടാതെ കണ്ണൂർ ഡിപ്പോയിൽ നിന്നും ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ അവസരം അവർക്കാണ്. 7 മണി മുതൽ 7:15 വരെ അവർക്കാണ്. കൊട്ടിക്കലാശം അതിനകത്ത് വെച്ചാൽ ആ ഗ്ലാസ് ബ്രിഡ്ജിൽ വെച്ചാണ്. ഞങ്ങൾക്ക് 7:15 മുതൽ 7:30 വരെയാണ് നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല ഇവിടെയുള്ള റൈഡുകളിലൊക്കെ ഈ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൂരുകാരുടെ പ്രോഗ്രാം അവിടെ നടന്നിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങളുടെ ഗ്ലാസ് ബ്രിഡ്ജിലാണ് ഞങ്ങളുടെ കൊട്ടിക്കലാശം. യാത്രകൾ നമ്മളെ ഒരിക്കലും മടുപ്പിക്കാറില്ല. പുതിയ യാത്രയും പുതിയ കാഴ്ചയും ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.